പോലീസ് അതിക്രമങ്ങളെപ്പറ്റി നിരന്തരം വാർത്തകൾ വരുന്ന നാടാണ് നമ്മുടെ കേരളം. എന്നാൽ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്തൊരു വിഷയം അത് ഒരു കൂട്ടം പോലീസുകാർ കഴിഞ്ഞ 10 വർഷമായി അനുഭവിക്കുന്ന ദുരിതമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂർ പിണറായി പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിൽ കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന ജീപ്പ് സ്റ്റേഷനായിരുന്നു ആ ചർച്ചാ വിഷയം. ഒരുപക്ഷെ നമ്മുടെ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥതയെന്നോ അതോ ആഭ്യന്തര വകുപ്പ് തന്നെ പോലീസുകാരോട് കാണിക്കുന്ന നീതികേടെന്നോ എങ്ങനെ വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം. പിണറായി പോലീസിന്റെ അതിക്രമങ്ങൾ കഴിഞ്ഞ 10 വർഷമായി നിരന്തരം വാർത്തയായപ്പോൾ അതേ പോലീസ് വകുപ്പിലെ പോലീസുകാരുടെ നാണം കെട്ട ഗതികേടാണ്, അവസ്ഥയാണ് ഈ ഓടാത്ത ജീപ്പ് നമ്മോട് പറയുന്നത്. ഇവിടെ ഈ ജീപ്പ് തന്നെ ഒരു പോലീസ് സ്റ്റേഷനാണ്. ഡിപ്പാർട്ട്മെന്റിലെ രഹസ്യപ്പേര് തന്നെ ജീപ്പ് സ്റ്റേഷൻ എന്നാണ്. ഈ ജീപ്പ് സ്റ്റേഷൻ പിണറായിയുടെ വീടിന് മുന്നിലാണ് കാവൽ കിടക്കുന്നത്. പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലെ ഒരു വീടിന്റെ മതിലിനോട് ചേർന്ന് ഈ പോലീസ് ജീപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. ഊഴം വെച്ച് 2 പോലീസുകാർ 24 മണിക്കൂറും ഈ ജീപ്പിനകത്തും പുറത്തുമായി ഉണ്ടാകും. നിയുക്ത പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീടിനാണ് ഇത്തരമൊരു വണ്ടി പോലീസ് നിറയെ 10 വർഷമായി കാവൽ കിടക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിന് പിന്നാലെയാണ് സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി പോലീസ് കാവൽ ഏർപ്പെടുത്തിയത്. പിന്നീടത് സ്ഥിരമായി. ഗ്രേഡ് എസ്ഐയുടെ നേതൃത്വത്തിൽ AR ക്യാമ്പിലെ 6 പോലീസുകാരാണ് റെസിഡന്റ് ജോലിക്ക് ഉണ്ടാവുക. ചിലപ്പോൾ പിണറായി സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാറുണ്ട്. ഒരേ സമയം 2 പോലീസുകാർക്കും ഒരു SIക്കുമാണ് ഡ്യൂട്ടി. ജീപ്പിന്റെ വലതുഭാഗം മതിലിനോട് അടുപ്പിച്ചിരിക്കുന്നതിനാൽ ഇടത് ഡോർ മാത്രമേ തുറക്കാനാകൂ. ബാറ്ററി ആകട്ടെ അഴിച്ചു മാറ്റിയ നിലയിലുമാണ്. വണ്ടി കേടായതിനാൽ ഓടിക്കാനാകില്ല. 2014 മോഡൽ KL 01BR 9569 എന്ന ജീപ്പാണ് ഇങ്ങനെ കഴിഞ്ഞ 10 വർഷത്തോളമായി പോലീസ് സ്റ്റേഷനായി ഉപയോഗിക്കുന്നത്. പെരുമഴയത്തും കൊടും ചൂടിലും ജീപ്പിനുള്ളിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു പോലീസുകാർ. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം പോയി ഇന്ന് ഔദ്യോഗികമായി തന്നെ സഭയിലെ സ്പീക്കർ അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയിട്ടും ആ പ്രഖ്യാപനം ഉണ്ടായിട്ടും ആ ജീപ്പും പോലീസുകാരും ഇവിടെ തന്നെ തുടരുകയായിരുന്നു. ഇവർക്ക് സത്യത്തിൽ ഉപയോഗിക്കാനായി ഒരു ശൗചാലയം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം. തുടക്കത്തിൽ തൊട്ടടുത്ത വീടുകളിലെ ശൗചാലയമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പോലീസുകാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. പിന്നീട് സമീപത്തായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് തുറന്നതോടെ ഇവിടുത്തെ ശൗചാലയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉപയോഗിക്കാൻ തുടങ്ങി. പിണറായി വിജയനെതിരെ നിരവധി ഭീഷണികൾ ഉണ്ടായതുകൊണ്ടാണ് വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തു തന്നെയായാലും വാർത്തകൾക്ക് പിന്നാലെ ഈ ജീപ്പ് സ്റ്റേഷൻ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചുവെന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സംസ്ഥാന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി ഉടൻ തന്നെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ കണ്ണൂർ പോലീസിന് നിർദ്ദേശം നൽകും. യോഗത്തിന്റെ മിനിറ്റ്സ് ലഭിക്കുന്ന മുറയ്ക്ക് ജീപ്പ് അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ബാറ്ററിയില്ലാതെ തകരാറിലായ ജീപ്പ് കെട്ടിവലിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിലാണുള്ളത്. ഭരണമാറ്റം ഉണ്ടായതോടെയാണ് ജീപ്പ് സ്റ്റേഷന്റെ വാർത്തകൾ കൂടുതലായി പുറത്തു വന്നത്. ഈ ഓടാത്ത ജീപ്പ് മാറ്റുന്നതോടെ എന്തായാലും ജീപ്പിനകത്ത് ഊഴം കാത്ത് 24 മണിക്കൂറും ഇരിക്കേണ്ടി വന്നിരുന്ന പോലീസുകാരുടെ ദുരിതത്തിനും അവസാനമാകും. പിണറായിയുടെ വീടിന്റെ പരിസരത്തേക്ക് അജ്ഞാതർ അതിക്രമിച്ചു കയറിയ സംഭവങ്ങളും ഇത്തരമൊരു കാവലിന് കാരണമായെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ, അതായത് പിണറായിയുടെ സ്വത്തിനും വീടിനും സംരക്ഷണം നൽകുന്നതിനാണ് പോലീസിനെ നിയോഗിച്ചത്. മുൻപ് പറഞ്ഞതുപോലെ വീടിന്റെ പരിസരത്തേക്ക് അതിക്രമിച്ച് കയറിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പ്രധാനമായ ഒരു കാരണമാകാൻ. പോലീസുകാർക്ക് വിശ്രമിക്കാനും രേഖകൾ സൂക്ഷിക്കാനുമായിട്ടാണ് പോലീസ് ജീപ്പ് അവിടെ ഇട്ടത്. ഉന്നതരായ ആളുകൾക്ക് സുരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികളെന്നും നിതിൻ രാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ ഒരു സംഭവം സത്യത്തിൽ കുറച്ച് പോലീസുകാർക്ക് മാത്രം കഴിഞ്ഞ 10 വർഷത്തോളമായി അനുഭവിക്കേണ്ടി വന്നൊരു ദുരിതമെന്ന നിലയിൽ വിലയിരുത്തപ്പെടേണ്ട കാര്യമല്ല. അതങ്ങനെയല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. സത്യത്തിൽ പോലീസ് സേനയുടെ കഴിവില്ലായ്മ, കെടുകാര്യസ്ഥത, ഉത്തരവാദിത്തമില്ലായ്മ എന്നൊക്കെ നാം പറയുമ്പോൾ എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് തന്നെ സ്വന്തം സേനയിലെ അംഗങ്ങളെ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന റിസോഴ്സ് നൽകാതിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കട്ടപ്പുറത്തായ ജീപ്പ്. ഇനിയെങ്കിലും കട്ടപ്പുറത്തായ ഈ സിസ്റ്റത്തെ, ഈ പോലീസ് സംവിധാനത്തെ റെഡിയാക്കി എടുക്കാൻ എല്ലാ അർത്ഥത്തിലും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ള UDF സർക്കാരിന് കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായി മാറിയിട്ടും തൻ്റെ സുരക്ഷയ്ക്കായി പെരുമഴയത്തും കൊടും ചൂടിലും തുരുമ്പിച്ച വണ്ടിക്കുള്ളിൽ കിടന്ന് നരകിച്ച സ്വന്തം സേനയിൽ ഉദ്യോഗസ്ഥരുടെ ദയനീയാവസ്ഥ കാണാത്ത നേതാവെന്ന ടാഗ് ലൈൻ കൂടി പിണറായിക്ക് ഈ സംഭവം ചാർത്തി നൽകുന്നുണ്ട്. മറുവശത്ത് നവകേരള യാത്രയ്ക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപ് പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്ന് ഒഴിവായതും ഇന്ന് തന്നെ വാർത്തയായിരുന്നു. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായി പിൻവലിച്ചതോടെയാണ് സന്ദീപ് പോലീസിലേക്ക് മടങ്ങിയത്. അതേസമയം മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്.
എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം പോയി പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ പിണറായി വിജയന് നൽകുന്നത്. ഇതോടെ ഗൺമാന്മാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചിട്ടുണ്ട്. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണോ എന്ന കാര്യത്തിൽ ഇനി ചേരാനിരിക്കുന്ന ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റിയാകും അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.